എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിഴി റിയാക്ഷൻ ആണ്. കൂലി സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള എന്തോ സാധനം വരുന്നുണ്ട്. പോസ്റ്റർ ആണോ, ഗ്ലിംസ് ആണോ, ടീസർ ആണോ, എന്താണാവോ? എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്തായാലും നമ്മുടെ രജനീകാന്തിന്റെ ബർത്ത്ഡേ ആണെന്ന്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ തലൈവർ. ഓക്കെ, അതിന്റെ ഒരു ട്രീറ്റ് ആണെന്നുള്ളതാണ് ഇവര് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവര് നേരത്തെ വിട്ടിരുന്ന വീഡിയോ 6 മണിക്ക് വരുന്ന അനൗൺസ്മെന്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൊടുത്തിരുന്ന അതായിരുന്നു ട്രീറ്റ് ആണ്. ദേവ ബർത്ത്ഡേ ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്തായിരിക്കും ട്രീറ്റ്? നീ ആഗ്രഹിച്ച ട്രീറ്റ് കിട്ടുമോ? ആഗ്രഹിച്ചെന്നൊക്കെ പറഞ്ഞ ഞാൻ കുറച്ച് കൂടുതലായിരിക്കും ചിന്തിച്ചത്. അതിലേക്ക് തിരിഞ്ഞു നോക്കുക വേണ്ട. വേറെന്താണ്, ഒന്ന് താഴ്ത്തിപ്പിടി. താഴ്ത്തിപ്പിടിക്കുകയാണെങ്കിൽ ചിലപ്പോ നമ്മൾ ഈ മറ്റേ ജയിലറിലൊക്കെ കണ്ട ഒരാളുടെ ഒരു ലുക്ക് ഫുള്ളായിട്ട് അത് വന്നതാണ്. അത് പോസ്റ്റർ അല്ലേ? ആ, ദേവയായിട്ട് തന്നെ ഇങ്ങോട്ട് വരണം. ഓക്കെ, അത് അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ദേവയുടെ ഒരു ക്യാരക്ടർ ലുക്ക് അല്ലേ, അത് വീഡിയോ ആയിട്ട്. ഇപ്പൊ നമ്മുടെ ജയിലറില് മുത്തുവേൽ പാണ്ഡ്യനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഒരു അതല്ലേ, ഇരുട്ട് റൂമിൽ നിന്ന് ആള് കാലം കെടുത്ത് വെക്കും, എന്നിട്ട് അതിനുശേഷം ഷൂ അങ്ങ് കെട്ടിയിട്ട് നടന്നങ്ങ് വരും. ഒരു പ്രത്യേക തരം കത്തി ഉണ്ടാകും കയ്യില്. അതല്ലേ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും ഇതില് കത്തിനെക്കാട്ടും കുറച്ചും കൂടി മൂർച്ചയുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഇത് മുന്തിയതല്ലാതെ താഴ്ത്തി പിടിച്ചത്. മുന്തിയതാണെങ്കിൽ അതെന്താണ് സാധനം? അതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മളെ ലാസ്റ്റ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മൊത്തം വിടാനാണോ? നമ്മുടെ ഈ ഇന്റർവെൽ ബ്ലോക്ക് ഉണ്ടാവുമല്ലോ, ലോകേഷ് സിനിമകളിലൊക്കെ ഇന്റർവെൽ ബ്ലോക്ക് ഒരു രക്ഷ ഉണ്ടാവുമല്ലോ, അത് വേണം. അതും കിട്ടിയാൽ മതി. ക്ലൈമാക്സ് വേണ്ട, ക്ലൈമാക്സ് ഒന്നും വേണ്ട. ഇന്റർവെൽ ബ്ലോക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല, അത് കിട്ടണം. എന്തെങ്കിലും ഒന്ന് തന്നാ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നൊരു പോസ്റ്റർ ആയിരിക്കുന്നതാണ്. എന്തായാലും കണ്ടറിയാം. എന്തായാലും ജയിലറിന്റെ അടക്കൊന്നുമില്ല കേട്ടോ. ജയിലർ 2ന്റെ ചേട്ടൻ ഉറങ്ങാണ്. മുത്തുവേൽ പാണ്ഡ്യൻ എണീക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ജയിലർ 2 ഇന്ന് പ്രതീക്ഷിക്കണ്ട. ഇനി അല്ലേ, ഇനി പ്രതീക്ഷിക്കാൻ എനിക്ക് തോന്നുന്നില്ലേ ന്യൂ ഇയർ അല്ലെങ്കിൽ എന്തായാലും ഉണ്ടാവില്ല. ന്യൂ ഇയറിന് തന്നെ ആയിരിക്കും. ന്യൂ ഇയറിന് ജയിലർ 2 അതും അല്ലെങ്കിൽ സംക്രാന്തി നോക്കിയാൽ മതി. അതായത് അന്ന് വേറെ വിജയ് രജനി പടങ്ങളൊന്നും ഇല്ലല്ലോ. അതിന്റെ ഒരു അനൗൺസ്മെന്റോ എന്തെങ്കിലും സാധനം അതിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും 2 സിനിമയും ഒരു ദിവസം വരില്ല. 2 സിനിമയുടെയും അപ്ഡേറ്റ്സുകൾ അത് ഉറപ്പാ. അത് ഇന്നത്തോടുകൂടി നമ്മൾ അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. സത്യമായിട്ടും അത് ഈ നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ ഇവരുടെയൊക്കെ ഇത് ഇങ്ങനെ ഒരുപാട് പോസ്റ്റേഴ്സ് അങ്ങനെ വരും. അങ്ങനെയല്ല, രജനീകാന്ത്, കമൽഹാസൻ, പിന്നെ ഷാറുഖ് ഖാൻ, അങ്ങനെയുള്ള പ്രഭാസ്, അവരൊക്കെ ഒന്ന് വീഡിയോ ഒറ്റ നേരമുള്ളൂ. പിന്നെ കുറെ പോസ്റ്റേഴ്സ് ജസ്റ്റ് ബർത്ത്ഡേ വിഷസ്. എന്തായാലും 6 മണി കഴിഞ്ഞിട്ടുണ്ട്. സംഭവം എന്താണ് വന്നിട്ടുള്ളത് എന്നുള്ളത് എന്താണ് ഊഹിക്കാൻ പറ്റുമോ? ഇൻസ്റ്റയിൽ പോയോക്കാം അല്ലേ? സൺ പിക്ചേഴ്സിന്റെ സംഭവം. സൺ പിക്ചേഴ്സ് കടന്ന് തിരിയുന്നു. ഇതിപ്പം ജയിലർ 2ന്റെ അവസ്ഥയാണല്ലോ, തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓപ്പൺ ലോഡ് ആവുന്നേ ഉള്ളൂ. എന്തൊരു കഷ്ടമാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അത് തൊട്ടടുത്താണ് വൈഫൈന്റെ പക്ഷെ ഈ റൂമിലേക്ക് കിട്ടൂല. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എവിടെ പോയാലും എത്ര ദൂരം പോയാലും കിട്ടും. സാധാരണ ഉള്ള ഒരു ലെങ്തിനെക്കാളും കൂടുതൽ പോയാലും കിട്ടും. എന്താണ് വന്നോ? വന്നു എന്താണ്? ചിക്കിട്ട് വൈബ്. ചിക്കിട്ട് വൈബ് അല്ലേ? ചിക്കത് വൈബ്. ഓ, അപ്പൊ അതെന്താ സാധനം? നമുക്ക് ഓപ്പൺ ആക്കിക്കോ. ആ സോങ് അല്ല, സോങ്ങാണ്. Happy birthday, Talaiva.
നല്ല രസമുണ്ടല്ലേ? മാറി നല്ല രസമുണ്ട്. അങ്ങനത്തെ ഒരു ഐറ്റം അല്ലേ? ആ ഒരു സാധനമാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു വൈബുള്ള സാധനമാണ് കേട്ടോ. നെക്സ്റ്റ് ട്രെൻഡ് ഉറപ്പല്ലേ വൈബ് ഉണ്ട് കേട്ടോ. സംഭവം അടിപൊളിയുണ്ട്. അനിരുദ്ധ് സംഭവം അനിരുദ്ധാണ്. അതുകൊണ്ട് തന്നെ ഇത് എവിടുന്നാന്നുള്ളത് ഇത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും വരും. തുടക്കം തന്നെ ഏകദേശം കിട്ടും. ലെജൻസ് ഒക്കെ ഇതിൽ നിന്ന് പിടിക്കുവോ അറിഞ്ഞൂടാ. എന്തായാലും ഫുള്ള് വന്നാൽ പിടിക്കും. പക്ഷെ എന്തായാലും ഒരു വൈബ് സാധനമാണ്. നമ്മുടെ വേട്ടയിനില്ലേ, അതിലുണ്ടായിരുന്നല്ലോ നമ്മുടെ മഞ്ജു വാര്യരുടെ ഒക്കെ കൂടുതലൊരു സോങ്. ഏതാണ്ട് അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നു. ഇത് സോങ് അല്ല, വീഡിയോ. അതെ, അതായത് നിറച്ചു ആളുകളും അതെ ഒരുപാട് ആളുകൾ അതിന്റെ നടുക്കുന്ന ഡാൻസ് കളിക്കുന്നു, ഏറ്റവും മുന്നിൽ നിന്നിട്ട്. അതിന്റെ ഇടയിൽ നമ്മളെ വെറുപ്പിക്കാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല ഇത്. അത് നമ്മൾ പറഞ്ഞല്ലോ മേക്കിങ്ങിലുള്ള ഒരു പ്രശ്നം. അതായത് നമ്മുടെ നായകനെ തലൈവരെ ഒരു കോമാളിയാക്കി മാറ്റുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതിൽ. അത് നമ്മളിങ്ങനെ കാണാൻ ആഗ്രഹിക്കും. ആ സൂപ്പറാണല്ലോ എന്ന് തോന്നുന്ന സമയത്ത് ആളുടെ നടത്തം കാണിക്കും, അല്ലെങ്കിൽ ആളെ കാണിക്കും. അപ്പോൾ എന്തത് മാറ്റി എന്നിട്ട് വേണം അത് കാണാൻ എന്നുള്ള അങ്ങനെ ഒരു മൈൻഡിലേക്ക് എത്തിക്കും. ഇതങ്ങനെയല്ല. ഇത് കണ്ടോ, ഇതെല്ലാവരും ഉണ്ടായിട്ടും ഒരു പ്രശ്നമല്ല, ഒരു വൈബ് കണ്ടില്ലേ? ഇതേപോലത്തെ ഒരു സാധനം ലിയോന്റെ സെക്കൻഡ് സിംഗിള് അല്ലേ, വിജയ് ആ ഒരു എല്ലാവരുടെയും ഒപ്പം വന്നിട്ട് ഡാൻസ് കളിച്ച സാധനം ഓർമ്മയില്ലോ? അത് ഒരു ആ സാധനം ഇതേപോലെ തന്നെ നിറച്ചു ആണ് അതിന്റെ നടുക്കുന്നാണ് ആ സോങ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഒരു സാധനം. പക്ഷെ ഇതിന് നമ്മൾ ഈ ഇപ്പൊ നമ്മൾ ആദ്യം പറയാം ജുംബലൊക്കെ അല്ലെ, അങ്ങനത്തെ ഒരു സോങ്ങിന്റെ ഒക്കെ ഒരു വൈബ് ഉണ്ടല്ലോ. ആ വൈബാണ് ഇതിനുള്ളത് കേട്ടോ. ഒരു പ്രത്യേക വൈബ്. ഇത് അടിച്ചു കേറാനുള്ള സാധനമായിരിക്കും. സംഭവം പക്കാ ഡോർക്ക് പരിപാടി അല്ല. ഇപ്പോ ആള് ഭയങ്കര ജാളിയായിട്ടുള്ള ഒരു, ഇപ്പൊ ഇത് കണ്ടോ, ഇതൊരു എന്തോ ഒരു കല്യാണം പോലത്തെ എന്തോ ഒരു സംഭവം നടക്കുന്നതാണ്. എന്തോ ഫംഗ്ഷനാണ്. അത് ദേവേന്റെ ബർത്ത്ഡേ ആണ്. പറഞ്ഞില്ലായിരുന്നല്ലേ? ദേവേന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ഓ അപ്പൊ അതിന്റെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുള്ളൂ. ചെറിയ ആ സോങ് അങ്ങനെയാണ്. അതായത് മുല്ലപ്പൂവും കാര്യങ്ങളും, മല്ലിപ്പൂ ഒക്കെ വെച്ച് ഭയങ്കരമായിട്ട് വലിയ ഈ ഹാളുണ്ടല്ലോ, ഓപ്പൺ ആയിട്ടുള്ള ഹാളൊക്കെ ഉള്ള ഒരു വീടാണത്. അവിടെ വെച്ചിട്ടുള്ള പരിപാടി. അപ്പോൾ ആള് വലിയ ഒരു ടീമിന്റെ ഒരു നേതാവ് തന്നെയാണ് അവിടെ. ദേവ, ഇവിടെയൊക്കെ നേതാവായിട്ട് ദേവയായിട്ട്, അതായത് നമ്മുടെ ദളപതി സിനിമയിൽ മമ്മൂക്കൻ്റെ പോലെ ദേവയായിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറാന്ന് തോന്നുന്നു. കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതെ. എന്തായാലും ഒരു സാധനം ഉണ്ട്. അതായത് ഉപേന്ദ്രൻ്റെ കൂടെ നമ്മുടെ ആമിർ ഖാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ആമിർ ഖാൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു സംഭവം കൂടി ഉപേന്ദ്രന്റെ പറഞ്ഞുകൊണ്ട് പറയാണ്, ആമിർ ഖാൻ ഒരു വീഡിയോ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. UAE സിനിമയുടെ ട്രെയിലർ കണ്ടു, ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഉപേന്ദ്രന്റെ കൂടെയോ അല്ലെങ്കിൽ ഉപേന്ദ്രക്ക് എതിരെ നിൽക്കുന്ന ക്യാരക്ടറോ ആണ്. അതായത് കോമ്പിനേഷൻ സീന് ഉപേന്ദ്രന്റെ ആയിട്ടുള്ള ഒരു സീൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആമിർ ഖാന്റെ ക്യാരക്ടറാണ്. അപ്പോൾ ആശാൻ എന്തിനാ തലൈവർ അവിടെ എത്തിയിട്ടില്ലായിരുന്നു? എത്തിയില്ലല്ലോ, രജനീകാന്തിന്റെ കൂടെ അല്ലല്ലോ. ശരിയാണ്, തലൈവർ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. ശരിക്കും വേണമല്ലേ? തലൈവറും ഇല്ല എന്നുള്ളതല്ലോ പറയുന്നത്, ഉണ്ടാവാം. പക്ഷെ ഈ ഒരു സാധ്യതകൾ വെച്ചിട്ട് രജനീകാന്തിന്റെ കൂടെ സ്ക്രീൻ പങ്കിടുന്നില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഇന്നലെ എന്തായാലും ആശാൻ അവിടെ ഇല്ല. അത് മനസ്സിലാക്കണം. ആ ഷെഡ്യൂളിൽ എന്തായാലും ഇല്ലാന്ന് ഒരു കോംബോ ഉണ്ടാവൂല. ഇത് അവര് തമ്മിലായിരിക്കും. അവര് തമ്മിൽ തീർത്തിട്ട് വരട്ടെ. അപ്പോ മേ ബി രജനീകാന്തിന്റെ കൂടെ നിൽക്കുന്ന ക്യാരക്ടർ തന്നെ ആയിരിക്കാം. ബാക്കിയുള്ള എല്ലാവരും എതിരാളികൾ തന്നെ. ഒന്നും അങ്ങ് ഉറപ്പിക്കാൻ പറ്റില്ല. അതെ, ലോകേഷാണ്. നമ്മൾ ഇവിടുന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ അയാൾ അവിടുന്ന് ചിന്തിച്ച് മാറി തുടങ്ങും എന്ന് പറഞ്ഞില്ലേ? അതാണ് എന്തായാലും ആ റോളക്സ് പോലത്തെ ഒരു ക്യാരക്ടർ ആകുമോ എന്നുള്ളതാണ്. എന്നിട്ട് അതിനൊരു സ്പിൻ ഓഫ് മൂവി അതിന്റെ ബാക്കിയായിട്ട് എന്തായാലും നമുക്ക് അങ്ങനെ ടെററായിട്ട് ഒരു വയലൻസ് മൂവി ആമിർ ഖാന്റെ ഭാഗത്ത് കാണണം എന്നുള്ള ആഗ്രഹം കേട്ടോ. അങ്ങനെ വരുമ്പോ അത് ലോകേഷ് ചെയ്താൽ സെറ്റ് ഉറപ്പല്ലേ. എന്നിട്ട് ഒരു കാമിയോ അവിടെ അങ്ങോട്ട് ആര് ദേവ ചെല്ലുന്നു, പാട്ടിന്റെ മൂഡ് പോയി, ഓണാക്കി അത് മാറിപ്പോയല്ലോ. കോപ്പിറൈറ്റ് വാങ്ങി തരൂല്ലോ. ശരി, നമ്മുടെ ദേവന്റെ ബർത്ത്ഡേ ഓക്കെ. ചിന്തിച്ചിക്ക അങ്ങനെന്തല്ലേ.
വെയിറ്റാട്ടോ സൗണ്ട് ഏത്താണ് ഇതൊക്കെ സൂപ്പറായിട്ടോ. കൊള്ളാം. എന്ത് രസമാണ്, നല്ല രസമുണ്ട്. പക്ഷെ ഇത് കേൾക്കുമ്പോ വേറെ സത്യമുള്ള കാര്യം പറയാം, പല സോങ്ങുകളുടെ സാധനം മനസ്സിൽ കൂടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര എനിക്കൊരു മലയാളം പാട്ടൊക്കെ അതിനകത്തുനിന്ന് വരുന്നുണ്ട്. അതിന്റെ അല്ല പൊതുവെ മ്യൂസിക്കായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ, അതുകൊണ്ടായിരിക്കാം. പോവല്ലേ? അയ്യോ സമയമായോ? മറന്നുപോയോ? 8 മിനിറ്റ് ആയോ? തെണ്ടി പോവാ. ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ ബൈ.